welcome back to my channel. It's me, Aisha. So, ഇന്നത്തെ നമ്മളിവിടെ ഒരു ബാക്ക് ടു സ്കൂൾ ഹാളാണ്. സോ നമ്മൾ ബാക്ക് ടു സ്കൂൾ ഇപ്പോൾ ബാക്ക് ടു സ്കൂൾ സീസണായി തുടങ്ങി. ഇപ്രാവശ്യം കുറച്ച് നേരത്തെ ചെയ്യണത്. ആൻഡ് ഇപ്രാവശ്യത്തെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഞാൻ വീഡിയോ എടുക്കാത്തത് പക്ഷെന്നല്ല, കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഇപ്പോഴത്തെ പ്രാവശ്യം ഒന്നും ഞാനില്ല. കഴിഞ്ഞ പ്രാവശ്യം യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. സോ കുറേ കാലമായി ലോങ് വീഡിയോ ഇട്ടിട്ട്, ഏകദേശം കുറേ മാസങ്ങളായി ലോങ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ എനിക്ക് എന്നാൽ പിന്നെ ഈ ഒരു ലോങ് വീഡിയോ ഇട്ടാണ്. പിന്നെ ഇപ്രാവശ്യത്തെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിൻ്റെ സ്പെഷ്യൽ പറയുന്നത് ഞാൻ എൻ്റെ പൈസയോടാണ് പഠിച്ചത്. എൻ്റെ കുറ്റി പൊട്ടിച്ചുള്ള പൈസ എൻ്റെ കുറ്റിയിൽ 2534 രൂപ കറക്റ്റ് 2534 രൂപ തന്നെ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. പിന്നെ എജുമാർട്ടിൽ നിന്നാണ് സാധനങ്ങൾ മേടിച്ചത്. എനിക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ കിട്ടി. 2-3 സാധനം കിട്ടിയില്ല. പിന്നെ ചെറിയ ചെറിയ ക്യൂട്ടായിട്ടുള്ള ബാക്ക് ടു സ്കൂൾ അല്ലാത്ത കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അത് പിന്നെ ഉണ്ടാവുമല്ലോ, ഞാനല്ലേ. പിന്നെ ഞാനിങ്ങനെ 6th-ലോട്ടാണ്. സോ നമ്മൾ 2 കവറ് നിറയെ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. സോ പിന്നെ ഇപ്രാവശ്യം ബാഗ് മേടിച്ചിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ ബാഗിന് വലിയ കുഴപ്പമൊന്നുമില്ല. സിപ്പ് പൊട്ടിയിട്ടുണ്ട്. സിപ്പ് നമ്മൾ ബാഗ് ശരിയാക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാം. സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു കുറച്ച് ഐറ്റംസ് ഉള്ള ഒരു കവറാക്കി നിൽക്കണം. പക്ഷേ ഇതിനേക്കാണ് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ. 2 തരം വലിയ എക്സ്പെൻസീവ് അല്ല. പിന്നെ ഞാൻ പ്രൈസും പറയണ്ടായിരിക്കും കാര്യം. ഫസ്റ്റ് തന്നെ ഒരു വാട്ടർ ബോട്ടിലാണ്. പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സിമ്പിൾ വാട്ടർ ബോട്ടിൽ. ഇങ്ങനെ കുടിക്കണതാണ്. പിന്നെ മറ്റേ സിക്ക് നമ്മളിങ്ങനെ ഇവിടെ അമർത്തി അങ്ങനെ തുറയും. ഇവിടെ അമർത്തി വെച്ചു അപ്പോൾ ഇതിങ്ങനെ തുറയും. അങ്ങനത്തെ വാട്ടർ ബോട്ടിൽ പെട്ടെന്ന് പൊട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മ മേടിക്കാൻ സമ്മതിച്ചില്ല. ഇതാണ് നമ്മളെ വാട്ടർ ബോട്ടിൽ. പിന്നെ ഞാൻ ഇപ്രാവശ്യം ഒന്നും തുറന്നിട്ടില്ല. എജുമാർട്ടിൽ നിന്ന് 2-3 സാധനങ്ങളൊക്കെ തുറന്നു നോക്കി. ഇവിടുന്ന് പിന്നെ എൻ്റെ ഫ്രണ്ട്സിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് തുറന്നു നോക്കിയിട്ടില്ല. വെറുതെ എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. വേറെ ഒന്നും ഞാൻ തുറന്നിട്ടില്ല. ബില്ലുണ്ടായിരുന്നു. എവിടെ കാണാനായി ബില്ല് ഇതേപോലെ നമ്മൾ ഇത്രയും വലിയ ബില്ലാണ്. ഏകദേശം 26 സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ടോട്ടല് 2270 രൂപ ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ. പിന്നെ കുറച്ച് പഴയ സാധനങ്ങൾ കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ ഇതാണ് പഴയ ബാഗ്. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു അടിപൊളി ബാഗ് കണ്ടോ. പിന്നെ സിപ്പ് ഒന്ന് പോയിട്ടുണ്ട്. ഇത് ശരിയാവുന്ന കുഴപ്പമില്ല. ഇപ്പോൾ ഫ്രഷ് ബാഗില്ല. ആൻഡ് ഇറ്റ്സ് എ നൈസ് ബാഗ്. അപ്പം ഞാൻ ഈ ബാഗാണ് അടുത്ത വർഷം കൊണ്ടുപോകണേ. ഈ വർഷം ഒരു ക്ലാസ്സിൽ ഷൂ. പിന്നെ ഒരു ചട്ട. ആക്ച്വലി പഴയതല്ല, പുതിയതാണ്. ഞാൻ ലാസ്റ്റ് എക്സാമിന് പഠിച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചെന്നുള്ളൂ. ഇത് നല്ല ഞാൻ നിജമായിട്ട് പോയപ്പോൾ മേടിച്ചല്ല. ഇവിടെ അടുത്തുള്ള ഒരു ലോക്കൽ സ്റ്റോറിൽ മേടിച്ചതിന് ഈ വാട്ടർ ബോട്ടിലിന് 105 രൂപയാണ്. കറക്റ്റ് 105 രൂപയാണ്. ഇതെന്താ എനിക്കെന്താ സാധനം റിന്യൂ ചെയ്യാൻ കാരണം എനിക്ക് സാധനം ഇഷ്ടമല്ല. ഐ ഹേറ്റ് ഇറ്റ്. ഞാൻ അത് റിന്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു വാട്ടർ ബോട്ടിലാണ്. എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ ലഞ്ച് ബോക്സാണ്. ഇതാണ് ഞാൻ പ്രാവശ്യം വെച്ച് എനിക്ക് ഈ ലഞ്ച് ബോക്സ് ഭയങ്കര ഇഷ്ടമായി. ഇതിന് ഇങ്ങനെ സാധനങ്ങളുണ്ട്. ആൻഡ് ഇത് പ്ലാസ്റ്റിക് ആണ്, കുഴപ്പമില്ല. എനിക്ക് സ്റ്റീലാണ് കുറച്ചും നല്ലത്. ഞാൻ എല്ലാവർക്കും സ്റ്റീലാണ് പ്രിഫർ ചെയ്യുക. ബട്ട് സ്റ്റീൽ ഇത് നല്ലതാണ്.
ഇത് കുറച്ച് ക്വാളിറ്റിയുള്ള കുറച്ചധികം ക്വാളിറ്റിയുള്ളൊരു ലഞ്ച് ബോക്സ് ആണ്. പിന്നെ ഇതിൻ്റെ ഒപ്പം ഒരു ക്യൂട്ടുള്ള ചെറിയൊരു കറിപ്പാത്രം ഉണ്ട്. പക്ഷേ ഇതിനകത്ത് കറികളില്ല, ഞങ്ങൾക്ക് ഉപ്പേരിയോ അച്ചാറോ അങ്ങനെ എന്തെങ്കിലും കറിക്കാം. എനിക്ക് ഈ ലഞ്ച് ബോക്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ല ക്യൂട്ട് ലഞ്ച് ബോക്സ് അപ്പോൾ ഞാൻ അതൊക്കെ എടുക്കും. ഒന്നും നോക്കില്ല എന്നല്ല, ഞാൻ ജസ്റ്റ് തുറന്നു നോക്കി. പിന്നെ ഇവരുടെ സെക്ഷൻ ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു. ഒരു ഫോക്കാണ്. അയ്യോ, ഞാൻ എത്ര പറഞ്ഞില്ലല്ലോ. ഇതിന് 450 രൂപ, 449 നല്ല ലഞ്ച് ബോക്സ്. ഇതിൻ്റെ ബാക്കിൽ ഇതൊരു പിങ്ക് കളറാണ്, ഗ്രീൻ കളറൊന്നും. പക്ഷെ എനിക്ക് പിങ്ക് കളറാണ് ഇഷ്ടമായത്. നോക്കാം, ഞാൻ തുറന്നിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ഭാഗമുണ്ട്. പിന്നെ അതിനകത്ത് ഇങ്ങനെ ഇവിടെ ചോറിടാം, ഇവിടെ പെരുകളിടാം, ഇവിടെയും എന്തെങ്കിലും കൊണ്ടുവന്നിടാം. അങ്ങനെ ഒരു ലഞ്ച് ബോക്സ്. ഇത് ഞാൻ കുറേ അടക്കാനും തുറക്കാനും പറ്റുമെന്നൊക്കെ നോക്കിയിട്ട് തന്നെ മേടിച്ചത്. ഇപ്പം ട്രെൻഡ് ഇങ്ങനത്തെ പാത്രമാണ്. ഇങ്ങനെ ഇതന്നെ ആയിക്കോട്ടെ കെട്ടി ഇതന്നെ മേടിച്ചു. നല്ലൊരു ലഞ്ച് ബോക്സ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഒരു പൗച്ചാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടമായി കേട്ടോ. പിന്നെ ഈ പൗച്ചിന് 479 രൂപയാണ്. എക്സ്പെൻസീവാണ്, സ്റ്റിൽ നല്ലൊരു പൗച്ചാണ്. ഞാൻ തുറന്ന് കാണിച്ചതാണ്. ഒരു ടെഡൊക്കെ ആയിട്ട് ഇവിടെ ബട്ടർഫ്ലൈ അങ്ങനെയായിട്ട് ഹാപ്പി അങ്ങനെ ഒക്കെ വായിക്കണം. ഇവിടെ ഒരു ബാഗ് വന്നത്, ബാക്കിലാണ് ബാഗിൻ്റെ സാധനം ഉള്ളത്. സ്റ്റിൽ ഭയങ്കര രസമുണ്ട്. നമുക്ക് ഇതിനകത്തൊന്നുമില്ല, ഇതിനകത്ത് ജസ്റ്റ് സ്പോഞ്ചാണ്. അതേപോലെ സ്പോഞ്ച് റിമൂവ് ചെയ്യാം. ഓ, നല്ല സോഫ്റ്റ് സ്പോഞ്ചാണ്. അയ്യോ, നല്ല സ്പോഞ്ചുണ്ട്. ഇതിനകത്ത് അത്യാവശ്യം സ്പേഷ്യസ് ആണ്. 479 രൂപയാണ്. ഇതൊക്കെ റിമൂവ് ചെയ്യാം. നല്ല സ്പേഷ്യസ് ആണ്. ഇതാണ് ഇതൊക്കെ ബാഗ് വളരെ ഭയങ്കര ഇഷ്ടമായിട്ട്. ഇതിന് ആദ്യമായിട്ട് എടുക്കുന്ന അറിയിക്കാൻ പിങ്കാണ്, പക്ഷെ നല്ല ക്യൂട്ടല്ലേ, ഇഷ്ടമായി എനിക്ക്. ഇവിടെ ഒരു കുഞ്ഞിതുണ്ടാവും. ആ കുഞ്ഞിതിനകത്ത് നമുക്ക് റേസറോ ഷാർപ്പനറോ ഇങ്ങനെ എല്ലാം തക്കാം. പിന്നെ പൈസയോ അങ്ങനെ തക്കാം. ഇവിടെ അങ്ങനെ തക്കാം. വലിയൊരു ജിപ്പിൻ്റെ അത്യാവശ്യം സ്പേഷ്യസ് ആണ്. പിന്നെ ഇപ്പം ശ്രദ്ധിച്ചൊരു കാര്യം, അതൊക്കെ ഇവിടെ ഇങ്ങനെ സ്പേസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് കുറച്ച് നല്ല നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബോക്സാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് കവറത്തെ ലാസ്റ്റ് 2 ഫയലാണ്, അല്ലെങ്കിൽ ക്യൂട്ടായിട്ടുള്ള ട്രാൻസ്പെറൻറ്റ് ഫയല്. ഇവിടെ ഇങ്ങനെ സ്പേസും ഇതും സ്പേസ് തന്നെയാണ്, പക്ഷെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇതിന് എത്രയാണ്? ഇതിന് 44 രൂപയാണ്. 44 ഒരു 44 വില കൂടുതലാണ്, കുഴപ്പമില്ല. എന്നാലും എനിക്കിഷ്ടമായി, നല്ലതാണ്. രണ്ടിനും 44 സെയിം പ്രൈസാണ്. ഇത് എനിക്ക് ഇഷ്ടമായി. ഇനി നമുക്ക് ഈ കുറേ സാധനങ്ങളുള്ള ഭാഗം എടുക്കാം. ഇതിനകത്ത് അത്യാവശ്യം കുറേ സാധനങ്ങളുണ്ട്. ഫസ്റ്റ് തന്നെ 2 പൊതിയാണ്. ഈ പൊതി മിക്കവാറും മതിയാവില്ല, കാരണം പ്രാവശ്യം വലിയ നോട്ട് ബുക്കാണ് പോകുന്നത്. അപ്പോൾ ഇത് മിക്കവാറും മതിയാവില്ല, എന്നാലും നോക്കി നോക്കാം. ഇതിന് 75 രൂപയാണ്. ഈ രണ്ടെണ്ണത്തിനല്ല, ഇതിന് 75 രൂപ. ഒരെണ്ണത്തിന് എനിക്കറിയില്ല, എനിക്കിപ്പോൾ താല്പര്യം അറിയാം. പിന്നെ 2 നെയിം സ്ലിപ്പ് അല്ല 3 നെയിം സ്ലിപ്പ് ഉണ്ട്. 3 നെയിം സ്ലിപ്പിന് എത്ര? 25 25 25
അവിടെ തോന്നുന്നു. എൻ്റെ നെയിം സ്ലിപ്പ് ഉണ്ട്. പിന്നെ ക്രയോൺ ഉണ്ട് ഡോട്ട്സിൻ്റെ. ഇതിൽ 30 രൂപയാണ് ഉണ്ട്. പിന്നെ ഉള്ളത് പിന്നെ ഒരു മിനിറ്റ് ഗൈസ് ഒരു സാധനം ഞാൻ വേറെ റിവ്യൂ നടന്നു വെച്ചാൽ ആ സാധനം കളറ് അതൊക്കെ ഇപ്പോൾ പഠിച്ചിട്ടുണ്ടോ. ഹാബിബാറിൻ്റെ സ്റ്റിക്കറാണ്. എനിക്ക് ഹാബിബാറിൻ്റെ സ്റ്റിക്കർ നല്ല ഇഷ്ടമായി. നല്ല ക്യൂട്ട് സ്റ്റിക്കറാണ്. ക്യൂട്ട് സ്റ്റിക്കേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിന് 25 രൂപ. 25 രൂപ. ഇതിന് 25 രൂപയാണ് വരുന്നത്. ചോക്കാം പൊട്ടിക്കണോ? ചോക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. 25 രൂപക്ക് ലാഭമാണ്. എനിക്കിഷ്ടമായി, ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഒരു സ്റ്റിക്കറുണ്ട് 25 രൂപയ്ക്ക്. പിന്നെ കളർ പെൻസിലുണ്ട്. നല്ല ഭംഗിയുള്ളൊരു കളർ പെൻസിൽ ഭയങ്കര ഇഷ്ടമായി. ഞാൻ തുറന്നിട്ടില്ല. നോട്ട് പറയണേ. ഇത് പെൻസിലോ അല്ല, കളർ പെൻസിൽസ് ഉണ്ട്. ഭയങ്കര ഇഷ്ടമായി. ഇതിനകത്ത് 12 കളേഴ്സ് ഉണ്ട്. 60 രൂപ കേട്ടോ. 60 രൂപയാണ്. 60 രൂപ തന്നെയാണ്. ഇതിന് 60 രൂപ. പിന്നെ ഒരു പെന്നുണ്ട്. ഇതിനും 60 രൂപയാണ്. 60 രൂപ പെൻ. ഇതൊരു ബ്ലാക്ക് കളർ കാണുന്നുണ്ട്. ഇവിടെ ബാക്കിൽ ഒരു നല്ല രസമുള്ളൊരു പെയിൻറ്റിൻ്റെ സെറ്റ്. ഇതിൽ കുറേ ഡാമേജ് ഉണ്ട്. അയ്യോ, കുറേ ഡാമേജ് ഉണ്ട്. ഇതിൽ കുറേ ഡാമേജ് ഉണ്ട്. കാര്യം ഇത് നോക്കിയേ. അയ്യോ, ഞാൻ ശ്രദ്ധിച്ചില്ല. ശരാ, ഇവിടെ ഇങ്ങനെ ചെറിയ പൊട്ടിയുണ്ട്. ഭയങ്കര സങ്കടമായിട്ടോ. ഇതൊക്കെ പൊട്ടിയിട്ടുണ്ട്. യൂസ് ചെയ്യാം. പിന്നെ ഇതിനകത്തൊരു ചൂല് പോലത്തെ ബ്രഷ് ഉണ്ട്. ഇത് സങ്കടമായി. ഇതിൽ ഒരു ഡാമേജ് ഉണ്ട്. കുറേ നോക്കിയില്ല കേട്ടോ ആദ്യം. തോന്നുന്നു ഇത് പഴയ സ്റ്റോക്കാണെന്ന്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇതിനെ അടക്കാൻ കിട്ടോ, ഭയങ്കരമായിട്ട് കിട്ടോ. ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കുഴപ്പമില്ല, നമുക്ക് യൂസ് ചെയ്യാം. സങ്കടം കേട്ടോ. പക്ഷേ എന്തായാലും പിന്നെ രണ്ടെണ്ണമുണ്ടായിരുന്നു. 2 പെന്നിൻ്റെ സെറ്റ് ഉണ്ട്. ഒന്ന് ബ്ലൂവും ഒന്ന് ബ്ലാക്കും. ഞാൻ ബ്ലാക്കാണെന്നെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ബ്ലൂവും സെറ്റ് മേടിച്ചുള്ളൂ. നമുക്ക് എക്സ്ട്രാ പെൻസ് ആയിട്ട് വെക്കാമല്ലോ. പിന്നെ ഗൈസ് ഇത് ഞാൻ അവിടെ ഇത് ഞാൻ നോക്കിയത് ഇതും ഫ്ലോപ്പായി. കാരണം ഇത് പെന്നാണ്. പക്ഷെ ഇതൊന്നിങ്ങനെ ആക്കിയിട്ട് ഇത് കണ്ടോ, ഇത് എടുക്കാൻ പറ്റുന്നില്ല. ശരി, ഇതിൽ ഇത് നോക്കിയതാണ്. ഇത് വരുന്നില്ല. നമ്മൾ എഴുതുമ്പോഴത്തേനും അതിങ്ങനെ താന്നു പോകും. ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേനും ഇതേ താന്നു. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട്. ഇതിപ്പോൾ ഞാനിത് ഇങ്ങനെ ഇവിടെ ടിക്ക് ടിക്ക് പോലെ ഇങ്ങനെ ഇതാക്കി. ഇത് ടിക്ക് ടിക്ക് ആക്കിയിട്ട് അടയൂല.
എത്ര മറിച്ചിട്ടും ഒട്ടുമില്ല. അത് തന്നെ ഓക്കെ എന്തെങ്കിലും കഴിക്കും. ഓപ്പൺ ആയാലും കുഴപ്പമില്ലായിരിക്കിട്ട് ഞാനൊരു ജസ്റ്റ് എഴുതി നോക്കി. എഴുതാനും പറ്റുന്നില്ല. പിന്നെ എഴുതുമ്പോൾ അതിങ്ങനെ താഴത്തേക്ക് പോവുകയാണ്. നോക്കിയോ ഇത് ഇങ്ങനെ കുഴപ്പമില്ല, പക്ഷെ ഇതിനകത്ത് എനിക്കില്ല. പിന്നെ ഇങ്ങനെ താഴത്തേക്ക് മുണ്ടും. ഇതും ഫ്ലോപ്പായി. ഇതിനൊക്കെ ഏകദേശം 50 രൂപ 35 രൂപ അങ്ങനെയൊക്കെ വരുന്നുണ്ടാവും. അതൊരു പ്രൈസ് ഇതിൽ കൊടുത്തിട്ടില്ല. ഇതും ഫ്ലോപ്പായി. ഉള്ളതൊരു പിന്നാണ്. ഇതും എഴുതാം. ഇതിൽ കിടും മഷിയും വരുന്നില്ല. അപ്പോഴത്തേന് ഇത് അടങ്ങും. പിന്നെ ഒരു ഷോക്കാണെങ്കിൽ വയ്ക്കാം. ഭയങ്കര സങ്കടം. എന്തായാലും ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടേ ഇല്ല. 75 80 രൂപയ്ക്ക് പോയിട്ടുണ്ടാവും. ഇതിൻ്റെ പ്രൈസ് പറഞ്ഞില്ലല്ലോ. ഈ രണ്ടെണ്ണത്തിനും ഇതിന് 25 രൂപയാണ് ഒരു സെറ്റിൽ. ലാഭമാണ്, നല്ല ലാഭമാണ്. കാരണം നമ്മൾ അല്ലാതെ മേടിക്കുമ്പോൾ തന്നെ 5 രൂപ അല്ലേ. അപ്പോൾ എന്താ 5 കിട്ടും 25. ഇതിനകത്ത് 5 തന്നെയാണ്. ഓക്കെ, ലാഭമാണ്. പിന്നെ ഒരു സാധനമുണ്ട്. ബുക്ക് ഒന്നും എടുക്കണ്ടേ, എനിക്ക് സംഭവം ടെസ്റ്റ് ചെയ്യാണ്ട്. ഇതാണ് ബുക്ക്. എനിക്ക് ബുക്ക് നല്ല ഇഷ്ടമാണ്. കാരണം ഇതിൽ ഡെക്കറേറ്റ് ചെയ്യുന്നുള്ള ബുക്കാണെന്ന് വിചാരിച്ചാണ്. ഇതിന് വെറും 99 രൂപയുള്ളൂ. 99 രൂപയുള്ളൂ. എനിക്ക് ഇതാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, ഇതെടുത്തു. ഇങ്ങനെ ഇട്ടിരുന്നത് ഇവിടെ ഇങ്ങനെ രക്ഷിക്കും, ഇവിടെ ഇങ്ങനെ രക്ഷിക്കും. പിന്നെ ഇവിടെ ഇങ്ങനെ എഴുതാൻ പറ്റും. ജേണലും വേണമെങ്കിൽ ചെയ്യാം, എഴുത്തും വേണമെങ്കിൽ ചെയ്യാം. എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്കിതിൽ 2-3-4 സാധനങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എല്ലാവരും ഹാപ്പി ചെയ്യാം. അത് ഞാൻ ഈ കളർ പിടിച്ചാണ്, ബ്ലൂ കളറാണ് പിടിക്കുന്നത്. സോ ഞാൻ ടെസ്റ്റ് ചെയ്ത് പെയിൻറ്റ് അപ്പോൾ തൽക്കാലത്തിൽ ടെസ്റ്റ് ചെയ്യുന്നില്ല. കളർ ഇതിന് കളറിലേക്ക് ഇഷ്ടമായി. 60 രൂപയ്ക്ക് പറയും. പക്ഷേ ഇതിന് നല്ല കളറൊക്കെ ഉണ്ട്. പക്ഷേ ഇത് പെറ്റി എനിക്ക് പെറ്റി നല്ല ഇഷ്ടമായിരുന്നു ആക്ച്വലി. ബട്ട് അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ മീൻസ് പെറ്റിൻ്റെ ക്വാളിറ്റി എനിക്കിഷ്ടമായില്ല. അയ്യോ സാരില്ല, കുഴപ്പമില്ല. ഞാനെന്തായാലും അഡ്ജസ്റ്റ് ചെയ്യും. കാരണം ഇപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് പറ്റും. ഇതുണ്ടോ ആക്ച്വലി എനിക്ക് ഭയങ്കര സങ്കടമായി. അതില്ല, അപ്പം എൻ്റെ ഇടയിൽ പോയി. ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമ്പോൾ ഒന്ന് താഴെ വേണം ഇതിൻ്റെ കഥയൊക്കെ ആക്ച്വലി. പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമായ 60 രൂപയ്ക്ക് എനിക്ക് പറയുമ്പോൾ അയ്യോ എനിക്കറിയത്തില്ല. അപ്പം അപ്പം നോക്കാതെ വിളിച്ചാണ്. പിന്നെ ഹൈലൈറ്റ് ഇതും നല്ല സങ്കടമാണ്. ഇതും സ്റ്റിൽ ഓക്കെ. പിന്നെ നല്ലൊരു ഹൈലൈറ്റാണ്. ഇത് പറ്റിടാതെ നിന്നാൽ മതി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതിന് 130 രൂപയാണ്. പേസ്റ്റിലാണ് തോന്നുന്നില്ല. എച്ച് പോയിൻറ്റിൻ്റെയാണ്. ഞാൻ പേടിച്ചു. നമുക്ക് എല്ലാ കളേഴ്സും ഞാൻ ടെസ്റ്റ് ചെയ്യുന്നില്ല. യെല്ലോ ടെസ്റ്റ് ചെയ്യും. പേസ്റ്റൽ യെല്ലോ. പേസ്റ്റിലല്ല, ഇങ്ങനത്തെ കളറാണ്. ബട്ട്
നല്ല രസമുണ്ട്, ഇഷ്ടമായി. ഇത് അത്യാവശ്യം കുഴപ്പമുണ്ട്. ഹൈലൈറ്റ് എന്തായാലും ഞാൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഇതിൽ ഡാർക്ക് കളേഴ്സാണ്. എനിക്ക് പേസ്റ്റൽ കളേഴ്സായിരുന്നു വേണ്ടത്, ബട്ട് ഡാർക്ക് കളേഴ്സാണ് കിട്ടുന്നത്. സാരമില്ല, എനിക്കിഷ്ടം. എനിക്ക് ഓറഞ്ച് ചെയ്യാം. ഞാൻ ഈ എല്ലാ കളേഴ്സും ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചാൽ. ഇതാണ് ഇതിൻ്റെ കളേഴ്സ്. നല്ല ബ്രൈറ്റ് കളേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതെന്തായാലും വർത്തിട്ടാണ്, എനിക്ക് ഇഷ്ടമായി. പ്രോബബ്ലി വർത്തിട്ടല്ലേ? നിങ്ങളെ എന്താ പറയുക, നിങ്ങളെ കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളെ കാര്യങ്ങൾ പറയുമ്പോൾ ഇതിനെ പറ്റിയിട്ട് നല്ലതാണോ ചീത്തതാണോ എന്ന് പറയുക. ഓക്കെ, നിങ്ങൾ യൂസ് ചെയ്തിട്ടുമ്പോൾ അങ്ങനെ ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും പ്രാവശ്യം ഉണ്ടെങ്കിൽ പറയാം. എനിക്ക് തോന്നിയില്ല തേച്ചുമാറ്റിൻ്റെ തിരിച്ചു കൊടുക്കാത്തത്. പറ്റായിരിക്കും, ഞാൻ കൊടുക്കുന്നില്ല. ഈ പെൻസ് എന്തായാലും അത് ഭയങ്കര ഇതായിപ്പോയി. പെയിൻറ്റ് സ്റ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ബട്ട് പെയിൻറ്റ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ഷോപ്പ് വെക്കാനാണെങ്കിൽ പിന്നെ പിന്നെ ഞാൻ പിന്നെ യൂസ് ചെയ്യൂല, പെട്ടെന്നാലും ഒരിത് അല്ലേ. ഓക്കെ, പിന്നെ പിന്നെ 2 ടിഷ്യൂസ് ഉണ്ട്. ടിഷ്യൂ എനിക്ക് ആവശ്യമുണ്ട്. പിന്നെ ഇത് പിന്നെ അങ്ങനെ അങ്ങനെയൊന്നുമില്ല. പിന്നെ എൻ്റെ ഇത് ബ്ലാക്ക് ബ്യൂട്ടീൻ്റെ വെച്ചാണ്. ബ്ലാക്ക് ബ്യൂട്ടീൻ്റെ വെച്ചിൽ ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യും. നോട്ട് ചെയ്ത് വെച്ചോ, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മാറുന്നു. അതെ, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. നല്ല അടിപൊളിയാണ്, സെറ്റാണ്. ഞാൻ കുറച്ച് നേരം കാണിക്കും. ഞാൻ എന്തായാലും ഇത് റെക്കമെൻഡ് ചെയ്യും. പിന്നെ എനിക്കറിയില്ല, ഒരു ബോണ്ട് ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിൽ ഒട്ടും ബന്ധമല്ല. സ്കൂളിൽ ഇട്ടാണ്, പക്ഷെ ഞാൻ എന്താ ഷോൾ കിട്ടും, അതുകൊണ്ട് ഇത് കാണുന്നില്ല. ബട്ട് എന്താ അല്ലാത്ത ആൾക്കാർക്കൊക്കെ, ഷോൾ ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല എസ്തെറ്റിക് ആയിട്ടുണ്ട്. ഇതിന് 80 രൂപയാണ്. ഇത് 80. പിന്നെ ഇതിന് എനിക്ക് പ്രൈസ് അറിയില്ല. 15 രൂപ 10 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ. ഇതിന് 80 രൂപ. ഇതിന് 99 രൂപ. ഇതിനകത്ത് 10 ഉണ്ടാവും. നല്ല അടിപൊളി പെൻസിലാണ്, എന്തായാലും ട്രൈ ആണ്. അപ്സരേക്കാളും ഡാർക്ക്, അപ്സര അത്ര ഡാർക്ക് അറിയില്ലേ, ഇതിൽ എന്തായാലും നല്ല ഡാർക്ക് ഉണ്ടാവും. പിന്നെ ഫെവിക്കോളാണ്. പിന്നെ ഇത് ഫെവി സ്റ്റിക്കാണ്. തിരിഞ്ഞി കാരണം എനിക്ക് പേടിയാണ് ചിലപ്പോൾ മറ്റേ പെയിൻറ്റും ഈ പെയിൻറ്റൊക്കെ വരെ ഇങ്ങനെ കാണും. പിന്നെ 2 ഇറേസർ ഉണ്ട്. ഇറേസറിന് 3 രൂപ. ഇതിന് 10 രൂപ. ഇതിന് 35 രൂപ. പിന്നെ ഇതിന് 3 രൂപ. ഒരെണ്ണത്തിന് 3 രൂപ, 2 6 രൂപ. പിന്നെ ഒരു ഷാർപ്പനർ. ഈ ഷാർപ്പനർ ഞാൻ അവിടെ മേടിച്ചല്ല, കാരണം അവിടെ സെറ്റായിട്ടായിരുന്നു ഷാർപ്പനർ കിട്ടുന്നത്. ഈ ഷാർപ്പനറിന് 5 രൂപ. അത് ഞാൻ ഇവിടെ ലോക്കൽ സ്റ്റോറിൽ മേടിച്ചാണ്. മറ്റേ എക്സാമോട് മേടിച്ചാൽ മതി. എല്ലാം ഞാൻ മക്കൾ. പിന്നെ ഇത് ലിബാനാണ്. അത് ആക്ച്വലി യൂസ്ഫുള്ളാണ്. നമുക്ക് ഡ്രൈ ലിപ്സ് നോക്കാം, പക്ഷെ ഇതിനേക്കാളും നല്ല ലിപ് ബാം സ്റ്റിക്കും അത് വെച്ചാൽ മതി. ഇതിന് പിന്നെ എനിക്ക് ഒരു ഇതിന് വെച്ച് ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടി ഹിമാലയൻ്റെ വെച്ചാണ് ഞാൻ. ഇതെന്തായാലും എനിക്ക് ഇത് ഇട്ടങ്ങനെ ഇതൊന്നും വന്നിട്ടില്ല, ബട്ട് നല്ല സ്മെല്ലാണ്, കുഴപ്പമില്ല. അതിനൊക്കെ 40 രൂപ ആണ് തോന്നുന്നു. പിന്നെ സ്റ്റിക്കി നോട്ടാണ്. ഇങ്ങനത്തെ ഷേപ്പാണ്, റെക്റ്റാങ്കിൾ ഷേപ്പാണ്.
ഇതിന് 45 രൂപ. പിന്നെ ഒരു സ്കെയിലുണ്ട്, ഈ സ്കെയിലിന് 5 രൂപ. പിന്നെ ലാസ്റ്റ് 2 സാധനങ്ങൾ, ഇത് 2 കുരോമിൻ്റെ സാധനങ്ങളാണ് കേട്ടോ. ഒന്ന് ഈ ഒരു ക്യൂട്ട് കുരോമിൻ്റെ കീ ചെയിൻ, നല്ല രസമില്ല. ഇതിന് 85 രൂപ സംതിങ് ആയിട്ടുണ്ടാവും. പിന്നെ ഈ ഒരു കുരോമിൻ്റെ ബുക്ക്, ഇതിന് 180 രൂപ. നല്ല ക്യൂട്ടായിരുന്നു. ഇതിന് എങ്ങനെയാണ് നോക്കാം. ഞാൻ ഇതിനേക്കാൾ ക്യൂട്ടായിട്ട് ക്യാബിമാറിൻ്റെ കേട്ടിട്ടുണ്ട്. അത് അവിടെ ഒരു സ്റ്റോക്ക് ഇറക്കുന്നതിന് പൈസ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പൈസ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഞാൻ എടുത്തില്ല. അപ്പോൾ ഇതെടുത്തു. ഇങ്ങനെ എടുത്തത്. ഓ ഇതെന്തോ പേജ് സിമ്പിൾ പേജാണ്, ബട്ട് സംഭവം ഇതിനുള്ളിലുണ്ടോ, ഇതിനുള്ളിലൊരു തുണി പോലത്തൊരു കാണുന്നു. പെയിൻറ്റ് പകരം അവർ അതാണ് യൂസ് ചെയ്തത്. ബട്ട് നല്ല രസമുണ്ട് ഗായ്സ്, എനിക്കിഷ്ടമായി. ഒരു വെറൈറ്റി സാധനം അല്ലേ. പക്ഷെ എനിക്ക് നീ പേടിയുണ്ട്. ബുക്ക് എനിക്കെല്ലാം ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ സാധനങ്ങൾ. ബില്ല് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു, ഞാൻ ആണെങ്കിൽ ബില്ല് എല്ലാത്തിനും പൈസ അടങ്ങാം. നെയിം സ്ലിപ്പ് 25 രൂപ. ഞാൻ പറഞ്ഞു 25 രൂപ. ഫാൻസി മെയിൻ ഇപ്പോൾ 180 രൂപ. എനിക്ക് തോന്നുന്നു ഈ ബുക്കാണെന്ന് തോന്നുന്നു. ഈ ബുക്ക് തന്നെ ആവും. ഇതിനാണല്ലോ 180. ഫാൻസി നോട്ട് ബുക്കിന് ഞാൻ മറന്നിരിക്കുന്നത്. ഫാൻസി നോട്ട് ബുക്കിനാണ് കിലോ. അതിന് 150. കളർ പെൻസില് 60. ഡോംസ് വാക്സ് ക്രയോൺസ് 30. പെൻസിൽ പൗച്ച് 479. ഷാർപ്പ് ക്ലിയർ കവർ 75. ലഞ്ച് ബോക്സ് 449. ടിഷ 9 ഇഞ്ച് കോംബോ 30 രൂപ. ടിഷ്യൂ ആണോ? ടിഷ്യൂ ആയിരിക്കും. 30 രൂപ. രണ്ടെണ്ണത്തിന് 30 രൂപ. ഒരെണ്ണത്തിന് 15 രൂപ. ആയിട്ട്. പിന്നെ അല്ല പോക്കറ്റ് ടിഷ്യൂവിന് 10 രൂപ. ടിഷ്യൂ കളറാണോ? ഇല്ല. 30 രൂപ എന്താ പിന്നെ മനസ്സിലായിട്ടില്ല. ടിഷ 9 ഇഞ്ച് കോം എന്തായാലും അറിയില്ല ഗായ്സ്. ഗ്ലൗൺ എക്സ്പോയിന്റ് ഒരു എക്സ്പോയിന്റ് ഹൈലൈറ്റർ 130 രൂപ.
വാട്ടർ ബോട്ടിൽ 105 രൂപ. പിന്നെന്താ ഒന്നും മനസ്സിലാവില്ല. ആർട്ട്ലൈൻ സ്കെയിലിന് 5 രൂപ, സ്റ്റിക്കി നോട്ട്സിന് 40 രൂപ, സ്റ്റിക്കേഴ്സിന് 25 രൂപ, ഫെവിക്കോളിന് 10 രൂപ, ഫെവി സ്റ്റിക്കിന് 35 രൂപ, പോക്കറ്റ് ടിഷ്യൂവിന് 10 രൂപ, ബ്ലൂ കളർ പെന്നിന് 25 രൂപ, ബ്ലാക്ക് ബ്യൂട്ടി അൾട്രാ ഡാർക്ക് പെൻസിലിന് 99 രൂപ, വാട്ടർ കളറിന് 60 റുപ്പീസ്, ഫാൻസി നോട്ട് ഒരു മിനിറ്റ് എന്തൊക്കെയാണ് വെച്ചോ. ഇതൊക്കെ വെച്ചിട്ട് തലയ്ക്ക് പോയി. ഇതാണോ ഈ നോട്ട്ബുക്ക്? 99 രൂപ. ഇതന്നെ അപ്സര ഇറൈസർ 2 എണ്ണം 3 രൂപ. എനിക്കറിയാം. കീചെയിൻ 49 രൂപ. പേപ്പർ ബാഗോ എനിക്ക് ഇതൊക്കെ വായിച്ചിട്ട് പിരാന്തെടുക്കുന്നു. ഞാൻ ഇതിൽ വരക്കില്ല. സോ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം.